ഓ, ഒരു അലുവാ കഷ്ണം പോലത്തെ കുഞ്ഞ് നമുക്കതിനെ എടുത്ത് വളർത്താം. നമുക്ക് വളർത്താം. അതിനെന്തോന്ന് ഉരുട്ടി കൊടുക്കും? നിന്റെ തന്ത സമ്പാദിച്ചു വെച്ചിരിക്കുന്നു. നിനക്ക് പിറാൻ കർത്താവ് വിധിച്ചിട്ടില്ലേ പിറണ്ട, അത്ര തന്നെ. കണ്ട മാപ്പിളമാരുടെ കുഞ്ഞുങ്ങളൊന്നും ദത്തെടുക്കേണ്ട ഗതികേട് ഈ ഇട്ടിരാശന്റെ മകൻ കുഞ്ഞുവർക്കിക്ക് വന്നിട്ടില്ല. നാവടക്കിരണം കേട്ടോളെ. നമുക്ക് വളർത്താം. ഇനിയിപ്പോ അങ്ങനെ കുഴിക്കാം. ആഹാ, ഒന്ന് നിർത്ത വിശാ. എന്താ കാര്യം? എന്തിനാ അച്ഛൻ നിങ്ങൾ തല്ലിച്ചതക്കുന്നത്? മോളോട് ചോദിക്കും.
കൊച്ചു ഉറക്കി കാണില്ല. പാവം കുഞ്ഞുമോൾ നല്ല ഉറക്കം. ഉറങ്ങിക്കോട്ടെ. വിശ്വത്ത, കുഞ്ഞുമോള് കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാ പിന്നെ ആര് നോക്കി കൊച്ചിനെ? ഞാൻ നോക്കിക്കോളാം. വേണ്ട, ഞാൻ നോക്കിക്കോളാം. എന്നാലും എനിക്കറിയാം എന്നോട് ഇഷ്ടമാണെന്ന്. അതുകൊണ്ടല്ലേ അച്ഛൻ എന്നെ പിടിക്കാൻ വന്നപ്പോ? അല്ല, നീയല്ല ആരായാലും എനിക്കൊരുപോലെ. ഞാനത് ചെയ്യും. കർത്താവേ, 10-30 വടിയേ ആയുള്ളേ, അപ്പോഴേക്കും മൂർച്ച പോയേ. ഒരു 50 ഉറുപ്പ്യ വേണം കുഞ്ഞു. എന്റെ കർത്താവേ, മുമ്പേ വാങ്ങിയതും പലിശയും പിന്നെ അതെ ഇപ്പോഴത്തതും ചേർത്ത് നല്ലൊരു തുകയാകും. എന്താ? സാരമില്ല, കുറിച്ച് വെച്ചേക്ക്. കൊക്കി പ്രാണനുണ്ടെങ്കിൽ ഞാനിത് തിരിച്ചു തരും. ആ പറഞ്ഞത് ഇല്ലെങ്കിലും കുഞ്ഞു വർക്കിക്ക് മുതലും പലിശയും കിട്ടണം. പഴയതാണേലും ഇതും ഒരു വാച്ചല്ലേ, ഇനി ഊരി തന്നെ. ഈ കാട്ടിൽ കൂടെയുള്ള യാത്രക്കിടയില് അത് ഊർന്ന് വീണു പോകണ്ട. എന്റെ പെട്ടിയിലാവുമ്പം ഭദ്രമായിട്ടിരുന്നോളും. തരുന്ന പണത്തിന് ഒരു ഉറപ്പുമായി. ഇനി ഊരി തന്നെ. ഇനി തന്നേരേ, സമയം കളയല്ലേ. വേഗം നടക്കുന്നതാണല്ലോ. കുഞ്ഞുവർക്കിയുമായിട്ട് എന്താ ഇടപാട് വല്ലതും ഉണ്ടോ? ഏയ്, ഒന്നുമില്ല, വെറുതെ. സമയം എന്തായി അജയനെ? സമയം ഓന്റെ ഇല്ല. എനിക്ക് പാത്രമില്ലട മോനെ. പാത്രം വേണ്ട. തിന്നട മോനെ. ചേട്ടായി, ഇന്നലെ കണ്ടു. വിശപ്പിന് ജാതിയൊന്നുമില്ല തിരുമേനി. ഞങ്ങള് പാവം താണ ജാതിക്കാൻ ഉണ്ടാക്കിയതാണെങ്കിലും തിന്നത് ദഹിച്ചല്ലോ. പാവം തിരുമേനി എങ്ങനെ കളിയാക്കാതെ. ശുദ്ധിയും വൃത്തിയും നോക്കി എത്ര ദിവസം ആ മുണ്ട് മുറുക്കി കൊടുക്കുക. വയ്യാണ്ടായി. ഇതൊക്കെ വാങ്ങിക്കഴിക്കുന്ന ഞങ്ങളും ഒക്കെ മനുഷ്യരല്ലേ തിരുമേനി? വൃത്തിയും ശുദ്ധിയും ഒക്കെ വേണ്ടത് പുറത്തല്ല തിരുമേനി, ഉള്ളിലാ.